ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10-10 എന്ന സീരീസിന്റെ 64ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം: ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഗർഭ ജലത്തിന്റെ സാന്നിധ്യം എത്ര? ഓപ്ഷൻസ്: 2% കുറവ്, 5 മുതൽ 10%, 10 മുതൽ 15%, 15% മുകളിൽ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, 2% കുറവ്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻസ്: ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, മഹാത്മാഗാന്ധി. ശരിയുത്തരം ഓപ്ഷൻ ഡി, മഹാത്മാഗാന്ധി. മൂന്നാമത്തെ ചോദ്യം: ആരാണ് സാമ്പ്രദായിക ഭൂമിശാസ്ത്ര പഠനത്തിന് തുടക്കം കുറിച്ചത്? ഓപ്ഷൻസ്: കാൾ റിറ്റർ, അലക്സാണ്ടർ ഹംബോൾട്ട്, ലാപ്ലൈസ്, എഡ്വിൻ ഹംബിൾ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, അലക്സാണ്ടർ ഹംബോൾട്ട്. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? ഓപ്ഷൻസ്: വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ, വൈറ്റമിൻ കെ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, വൈറ്റമിൻ കെ. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിന്റെ പേര് എന്ത്? ഓപ്ഷൻസ്: കൂടിയാട്ടം, കഥകളി, ഓട്ടൻതുള്ളൽ, കേരള നടനം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, കേരള നടനം. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ്: രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഒറീഷ, ത്രിപുര. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ഒറീസ അഥവാ ഒഡീഷ. ഡയഫ്രം എന്ന ശരീരഭാഗം ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? ചെവി, ഹൃദയം, ശ്വാസകോശം, വൃഷണം. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ശ്വാസകോശം. എയർ ബാൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ്: വോളിബോൾ, ഫുട്ബോൾ, ഹാൻഡ്ബോൾ, ബാസ്കറ്റ്ബോൾ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ബാസ്കറ്റ്ബോൾ ആണ്. അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപപ്പെടുന്ന ശില ഏത്? ഓപ്ഷൻസ്: ആഗ്നേയശില, അവസാദശില, കായാന്തരിക ശില, ഇവയിൽ ഏതുമല്ല. ശരിയുത്തരം ഓപ്ഷൻ എ, ആഗ്നേയ ശിലയാണ്. 10ാമത്തെയും അവസാനത്തെയും ചോദ്യമാണ്: ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻസ്: KPS മേനോൻ, ലാൽ ബഹദൂർ ശാസ്ത്രി, ജവഹർലാൽ നെഹ്റു, ഗുൽസാരിലാൽ നന്ദ. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ജവഹർലാൽ നെഹ്റു ആയിരുന്നു. എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക. തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കുക. 10-10 എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി 10:10 കാണാം. താങ്ക്